വിളിച്ച് മുസ്ലിം ലീഗും ഉണർന്നിടുന്നു. ആവേശം ആകാശമുട്ടേ വളർന്നിടുന്നു. അതിരുകളില്ലാതെ ലീഗും ഉണർന്നിടുന്നു. അഭിമാനകരമായ അസ്തിത്വം എന്ന വാക്ക് ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ വന്നീതാ ഇങ്ങ് നോക്ക്. നന്മ നിറഞ്ഞോരു നാടിന്റെ പൊൻവിളക്ക് മുസ്ലിം ലീഗ് ഇന്നൊരു പ്രസ്ഥാനമാണതോർക്ക്. പച്ചക്കൊടി നിറച്ച് നാട് ഒരുങ്ങി വന്നു. ചുണയോടെ വിളിച്ചുണർന്നിടുന്നു യൂത്ത് ലീഗ്. തോളോട് തോൾ ചേർത്തൊരുങ്ങി വന്നു MSF. കുറയില്ല ആവേശം ഒരു നാളും കൊയ്യ മണ്ണിൽ. ചെങ്ങളായി പഞ്ചായത്ത് ഇസ്സത്തി നാട്. കൊയ്യനാട്ടിൻ പ്രൗഢിയിൽ മുസ്ലിം ലീഗ്. സമ്മേളനം വിജയിപ്പിക്കാൻ കൂടാ ഒന്നായി. ക്ഷണിക്കുന്നു നിങ്ങളെയും ഞങ്ങളൊന്നായി. മതസൗഹാർദ്ദം വിരിയണ നാട്, പച്ചക്കൊടികൾ പാരണ നാട്, മുസ്ലിം ലീഗിൻ പൊന്തറവാട്. നാടിന്റെ നന്മയിൽ മുസ്ലിം ലീഗ് അഭിമാനകരമായ അസ്തിത്വം നേടി. ഉമ്മത്തിൻ വിജയത്തിൽ നിന്നും മുന്നേറി. ഉയരത്തിൽ പച്ചക്കൊടികൾ പിന്നെയും പാറി. സൗഹാർദ്ദം വിരിയണ നാട്, പച്ചക്കൊടികൾ പാരണ നാട്, മുസ്ലിം ലീഗിൻ പൊന്തറവാട്. നേരുന്നു ആശംസകൾ KMCC. കൊയ്യം ശാഖ സമ്മേളന നാളൊന്നും എത്തി. അണിയായി നമുക്ക് ചേര ഒന്നിച്ച്. മുസ്ലിം ലീഗിൻ ഹരിത പതാക മാറോടണച്ച്. ഹരിത പാതക നാട്ടിൽ ഉയർത്തിക്കാട്ടി. ആവേശത്തോടെ ഞങ്ങൾ കൈകൾ ഉയർത്തി. മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച്. ചേരോടെ കൊയ്യം നാടും ഏറ്റു വിളിച്ച്. ഹരിത പാതക നാട്ടിൽ ഉയർത്തിക്കാട്ടി. ആവേശത്തോടെ ഞങ്ങൾ കൈകൾ ഉയർത്തി. മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച്. ചേരോടെ കൊയ്യം നാടും ഏറ്റു വിളിച്ച്. ഹരിത പാതക നാട്ടിൽ ഉയർത്തിക്കാട്ടി. ആവേശത്തോടെ ഞങ്ങൾ കൈകൾ ഉയർത്തി. മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച്. ചേരോടെ കൊയ്യം നാടും ഏറ്റു വിളിച്ച്. ലീഗുകാരൻ ഞാൻ, മുസ്ലിം ലീഗുകാരൻ ഞാൻ. മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി. ലീഗുകാരൻ ഞാൻ, മുസ്ലിം ലീഗുകാരൻ ഞാൻ. മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി. പ്രസ്താവനകൾ ഗാംഭീര്യം, പ്രസ്ഥാനത്തിൻ സൗന്ദര്യം. പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി. പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി. ലീഗുകാരൻ ഞാൻ, മുസ്ലിം ലീഗുകാരൻ ഞാൻ. മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി. മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി.
മനസ്സിൽ ആവേശം ജയം വരിക്കാൻ സന്ദേശം ജനമനസ്സിൽ ആവേശം ജയം വരിക്കാൻ സന്ദേശം അധികാരത്തിൻ ചെങ്കോലേന്താൻ കഴിവുള്ളൊരു പുത്രൻ അധികാരത്തിൻ ചെങ്കോലേന്താൻ കഴിവുള്ളൊരു പുത്രൻ അവകാശങ്ങൾ നേടിത്തരുവാൻ കഴിവുള്ളൊരു സൂത്രൻ അവകാശങ്ങൾ നേടിത്തരുവാൻ കഴിവുള്ളൊരു സൂത്രൻ ലീഗുകാരൻ ഞാൻ മുസ്ലിം ലീഗുകാരൻ ഞാൻ മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി കരുത്തൻ പടയാളി കരുനീക്കും തന്ത്രജ്ഞാനി കരുത്തൻ പടയാളി കരുനീക്കും തന്ത്രജ്ഞാനി ആരോപണവും അപവാദങ്ങൾ കാറ്റിൽ പറത്തി ആരോപണവും അപവാദങ്ങൾ കാറ്റിൽ പറത്തി കാലോചിതമാം തീരുമാനം മന്ദസൂയർത്തി കാലോചിതമാം തീരുമാനം മന്ദസൂയർത്തി ലീഗുകാരൻ ഞാൻ മുസ്ലിം ലീഗുകാരൻ ഞാൻ മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി ലീഗുകാരൻ ഞാൻ മുസ്ലിം ലീഗുകാരൻ ഞാൻ മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി പ്രസ്താവനകൾ ഗാംഭീര്യം പ്രസ്ഥാനത്തിൻ സൗന്ദര്യം പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി ലീഗുകാരൻ ഞാൻ മുസ്ലിം ലീഗുകാരൻ ഞാൻ മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി മുന്നിലുണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹ സ്വപ്നങ്ങൾ കാണിച്ച വർണ്ണക്കൊടി സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹ സ്വപ്നങ്ങൾ കാണിച്ച വർണ്ണക്കൊടി അണയാത്ത ആവേശമായി നിറയും ആഹ്ലാദമായി അണയാത്ത ആവേശമായി നിറയും ആഹ്ലാദമായി മുസ്ലിം ലീഗിന്റെ സന്ദേശവാഹകർ നാം സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹ സ്വപ്നങ്ങൾ കാണിച്ച വർണ്ണക്കൊടി സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹ സ്വപ്നങ്ങൾ കാണിച്ച വർണ്ണക്കൊടി വിശ്വസംസ്കാര മണ്ഡല രാഷ്ട്രീയത്തിൽ വീര്യം ചോരാത്ത രാഷ്ട്രീയം മുസ്ലിം ലീഗ് വിശ്വസംസ്കാര മണ്ഡല രാഷ്ട്രീയത്തിൽ വീര്യം ചോരാത്ത രാഷ്ട്രീയം മുസ്ലിം ലീഗ് അശ്വമേധം പോലെന്നും കരുത്താർജിച്ച് അഖിലമാകെയും വളരുന്നു മുസ്ലിം ലീഗ് അശ്വമേധം പോലെന്നും കരുത്താർജിച്ച് അഖിലമാകെയും വളരുന്നു മുസ്ലിം ലീഗ് സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹ
സ്വപ്നങ്ങൾ കാണിച്ച വർണ്ണക്കൊടി സ്നേഹത്തോടെന്നും നെഞ്ചേറ്റും പച്ചക്കൊടി മോഹസ്വപ്നങ്ങൾ കാണിച്ച വന്ദക്കൊടി പുതിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അതുമായി സംവദിക്കാൻ കഴിയുള്ള പ്രഗത്ഭരായ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം ഏറ്റവും ആദ്യമായി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 20 സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകളും പറഞ്ഞു ലീഗിന്റെ തീരുമാനം വളരെ ശരിയാണ്, ലീഗ് വളരെ കാലക്കൂട്ടി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്, ഒരു പ്രശ്നവുമില്ലാതെ 20 ആളുകളെ പ്രഖ്യാപിച്ചു. 4 സ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില മാറ്റിമറിക്കലുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് മാത്രമാണ് താമസമുണ്ടായത്. അതും തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി നമ്മുടെ മുഴുവൻ 24 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് മലപ്പുറം ജില്ലയിൽ 3ാമത്തെ തവണ 3ാം റൗണ്ട് 1ഉം 2ഉം കഴിഞ്ഞ് 3ാം റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങളിലാണ് മലപ്പുറം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് നിങ്ങൾക്കറിയാം. 1ാം റൗണ്ടിൽ അവർ ചെയ്തത് ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ചെയ്തത് വിദേശത്തൊക്കെ പല സ്ഥാനാർത്ഥികളും ചെന്ന് അവിടെയൊക്കെയുള്ള ആ മണ്ഡലത്തിലെ KMCCയുടെ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും കണ്ട് അവരെയൊക്കെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. രണ്ടത്താണിയും അതോടൊപ്പം തന്നെ PK ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വിദേശത്ത് പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ 2ാം ഘട്ടം കഴിഞ്ഞു. 3ാം ഘട്ടം വീടുകൾ കയറി സംഘടനാ രംഗത്തുള്ള നമ്മുടെ ഏതെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും നമുക്കറിയാം ഈ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഏറ്റവും അധികം അടിത്തറയുള്ള ശാസ്ത്രീയമായ പ്രവർത്തനം നടക്കുന്ന കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പറയപ്പെടുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം തന്നെ എല്ലാവർക്കും അറിയാം. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഒരു കാലത്തും അവർ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരാറില്ല. പക്ഷേ പല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായും പ്രകടനങ്ങളും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെയായി DYFI-യുടെയും SFI-യുടെ ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും തെരുവിലിറങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ തവണ തെരുവിലിറങ്ങിയത്, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് തെരുവിലിറങ്ങിയത് നമുക്കറിയാം. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന തലമുതിർന്ന നേതാവിനെ സീറ്റ് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആലപ്പുഴയിലെയും പാലക്കാട്ടെയും ഒക്കെ പ്രവർത്തകന്മാര് തെരുവിലിറങ്ങിയതെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഈ VS-മായി ഏറെ ബന്ധമുള്ള പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി CPM-ന്റെ നേരത്തെ പറഞ്ഞു തീർച്ചയായും VS അച്യുതാനന്ദന് നിങ്ങൾ സീറ്റ് കൊടുക്കണം. അതുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ നെഞ്ചിലെത്തിക്കൊണ്ട് ഭാവിയിലും എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഉണ്ടാകണം. ഒരിക്കൽ കൂടി CH സെന്ററിൽ സന്ദർശിക്കാത്ത എന്റെ സഹപ്രവർത്തകര് എപ്പോഴെങ്കിലും പയ്യന്നൂരിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ആ CH സെന്ററിൽ ചെന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കാണണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വേദിയിലുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ, ബഹുമാനപ്പെട്ട ഹമീദ് മാസ്റ്റർ, മേഞ്ഞ ഹാജിയുടെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി, മണ്ഡലം പഞ്ചായത്ത് നേതാക്കളെ, സഹപ്രവർത്തകരെ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇബ്രാഹിം കുട്ടി നിങ്ങളോട് വിശദമായി സംസാരിച്ചു. നമ്മുടെ പാർട്ടിയുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന വളരെ നല്ല ഒരു പഠന ക്ലാസ്സാണ് PH കുഞ്ഞബ്ദുള്ള മാസ്റ്റർ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ അത് ഓരോരുത്തരും മനസ്സിൽ തറപ്പിച്ച് അതുമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും
ഞാൻ ബഹുമാനപ്പെട്ട PH കുഞ്ഞബ്ദുള്ള മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, അവരെ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട PH കുഞ്ഞബ്ദുള്ള മാസ്റ്ററെ പറ്റി നമ്മുടെ ചെറുപ്പക്കാരായ യൂത്ത് ലീഗുകാർക്കൊന്നും ഒരുപക്ഷെ പരിചയമുണ്ടാവുകയില്ല. വർഷങ്ങൾക്ക് മുമ്പേ വളക്കൈ മാപ്പിള സ്കൂളിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്തിലെ ഒരു പഠനാർഹമായ ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും കണ്ണീരിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ക്ലാസ് അദ്ദേഹം അന്ന് നടത്തിയിരുന്നു. അന്നു മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ബഹുമാനപ്പെട്ട PHൻ്റെ ഒരു ക്ലാസ് കൊയ്യത്ത് നടത്തണമെന്ന്. കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ആരംഭിക്കട്ടെ. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സർവശക്തനാകുന്നു സർവസ്തുതിയും. അവിടുത്തെ കരുണാ കടാക്ഷം അന്ത്യപ്രവാചകരിലും അനുചരന്മാരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആദരണീയനായ അധ്യക്ഷൻ അവർകളെ, ധന്യമായ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കാലങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സാരഥി കൂടിയായ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, വേദിയിൽ അണിനിരുന്ന മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറനാട്ടിൽ നിന്ന് കാലത്താണ് പുറപ്പെട്ടതെങ്കിലും എൻ്റെ കൂടെയുള്ള കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു, കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അത്ര വലിയ ശക്തി ദുർഗങ്ങളൊന്നുമല്ല, എന്നാൽ പോലും വളരെ ആവേശം കാണിക്കുന്ന പ്രവർത്തകരുള്ള ഗ്രാമങ്ങളാണ് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഞാൻ ഒരുപാട് കണ്ട ജില്ലയാണിത്. കണ്ണൂർ ജില്ലയിൽ ഞാൻ കാണാത്ത ഗ്രാമങ്ങൾ വളരെ കുറവാണ്. ഇബ്രാഹിംകുട്ടിയൊക്കെ ഒരുപാട് പരിപാടിക്ക് എന്നെ കൊണ്ട് വന്നിട്ടുണ്ട്. 4 വർഷമായി എൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് മുമ്പിൽ കൂരിരുട്ടാണ്, കടുത്ത ഇരുട്ട്. ആ കൂരിരുട്ടിലാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ഇന്ന് കാലത്ത് പുറപ്പെട്ട് ഏകദേശം ഇത്രയും സമയം കുടുസ, ഇപ്പം റോഡൊക്കെ അങ്ങനെയാണല്ലോ, ഇവിടെ എത്തി തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊതിക്കുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, അവർ അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാകയുടെ സന്ദേശം ഏറ്റെടുക്കാനും അത് നെഞ്ചോട് ചേർത്ത് വെക്കാനും തയ്യാറാകണമെന്ന് മാത്രമാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നത് എന്നോർക്കുമ്പോൾ അഭിമാനം കൊണ്ട്, ആനന്ദം കൊണ്ട് ഏറെ സന്തോഷിക്കാൻ വകയുള്ളവരല്ലേ നാം എന്നാമുഖമായി ഞാൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട നാസർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അഭിമാനകരമായ ആസ്തിക്യം, അതാണ് വിഷയം പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി വിശാലമായി ചുരുക്കി പോവുകയാണ്. വിശാലമായി എനിക്ക് പറയാനുള്ളത്, ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, കുറച്ച് സമയം ഇത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞതിൽ നന്മയുണ്ടെങ്കിൽ നാളെ പിറക്കാനിരിക്കുന്ന നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ പിറക്കാനിരിക്കുന്ന ഒരു തലമുറ, ആ തലമുറക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിന്റെ പ്രയോക്താക്കളായി ജീവിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായി മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ധന്യരായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധന്യരാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഖൈദമിലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. 6.5 പതിറ്റാണ്ട് മുമ്പ് ഖൈദമിലത്ത് പറഞ്ഞു, ഒന്നും നേടിയില്ലെങ്കിലും ഒന്നിച്ചിരുന്ന് കരയാനെങ്കിലും ഒരു സംഘടന, ഒന്നും വേണ്ട, ഒന്നിച്ചിരുന്ന് കരയാനെങ്കിലും ഒരു സംഘശക്തി, അതിനുവേണ്ടിയെങ്കിലും നിങ്ങൾ ഹരിത പതാക നെഞ്ചേറ്റണം എന്ന് ഖൈദമിലത്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അവിടേക്കാണ് ഞാനും വരുന്നത്. ഇന്ത്യയിൽ 6.5 പതിറ്റാണ്ട് കഴിഞ്ഞ് 7 പതിറ്റാണ്ടിലേക്ക് പോകുന്നു മുസ്ലിം ലീഗ് പാർട്ടി. 7 പതിറ്റാണ്ടിലേക്ക് പോകുന്നു. ആദ്യമായി നാം കൈവരിക്കേണ്ടത് ഈ പാർട്ടിയോടുള്ള ഒരു വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം മാത്രമല്ല, പരസ്പരം ഈ പാർട്ടി പ്രവർത്തകന്മാർ തമ്മിലുള്ള ഒരു മാനസികമായ പൊരുത്തം ഇപ്പൊ ഏറെ നഷ്ടപ്പെട്ടു വരുന്നൊരു കാര്യമാണത്. മാനസിക പൊരുത്തം കുറവാ. പണ്ട് അങ്ങനെയല്ല. പണ്ട് എങ്ങോ ഉള്ളൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന് ഒരു വേദന